ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് മൈലാഞ്ചി. എന്നാൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചോപ്പിച്ചെടുക്കാം എന്നുള്ള നല്ല കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അച്ച് ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസം നമ്മളുടെ ഈ ഒരു മെഹന്തി ലാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയാണ് കേട്ടോ. ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല കളർ കിട്ടും കേട്ടോ. കടയിൽ നിന്ന് നിങ്ങൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള എണ്ണയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എപ്പോഴും ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു ടിന്നാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പെരുന്നാളിൻ്റെ ബിസി കാരണം അപ്പോഴൊന്നും എനിക്കിത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. നിങ്ങളടുത്ത് ഇതുപോലുള്ള ടിന്നില്ലെങ്കിൽ പഴയ കുക്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രമോ എടുത്താൽ മാത്രം മതിയാവും. ഇനി നടുവിൽ നമുക്ക് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കാൻ വേണ്ടി നടുവിൽ ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ആ ഗ്ലാസ്സിൽ അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ആവി പോകാത്ത രീതിയിലുള്ള ഒരു പാത്രം വെള്ളം നിറച്ച് നമുക്ക് ഇതിന്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിപ്പോൾ ഐസ് ക്യൂബ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിന്റെ മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല കട്ട ചുവപ്പായിട്ടുള്ള ലിക്വിഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും ലിക്വിഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയും ലിക്വിഡ് കിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് കരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയും ലിക്വിഡ് കിട്ടിയതിലേക്ക് നമുക്ക് കുറച്ച് മൈദയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിലിടാനുള്ള ഒരു കൺസിസ്റ്റൻസി അറിയാലോ, ആ രീതിയിൽ നിങ്ങൾക്ക് മൈദ ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ മൈദ ഇട്ട് മിക്സാക്കിയിട്ട് നെയ്യിലിട്ട ഒരു വ്യൂവും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളിത് രാത്രിയിലിട്ടിട്ട് രാവിലെ എടുത്ത് കളയുകയാണെങ്കിൽ നല്ല അടിപൊളി കളറായിരിക്കും. നിങ്ങളൊരു 2 പ്രാവശ്യം നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഇട്ടാൽ മതിയാവും. ഞാനൊരു പ്രാവശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പെരുന്നാളിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗം എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് കട്ട ചുവപ്പായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടി ഇട്ടാൽ നോക്കിയാൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് വളരെ എളുപ്പത്തിൽ കിഴങ്ങ് മാത്രം വെച്ചിട്ടുള്ള നല്ലൊരു കിട്ടിലൻ സ്നാക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് സ്നാക്സിനൊന്നും തന്നെ ഇല്ലെങ്കിൽ വെറും കിഴങ്ങ് ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-6 കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ്. അത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ സ്നാക്സിന്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ. മൈദ ഉണ്ടെങ്കിൽ നിങ്ങൾ മൈദ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനനുസരിച്ച് ഇതിൻ്റെ ഒക്കെ വ്യത്യാസം വരുന്നതാണ്. ഇനി ഞാൻ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉള്ളി അതുപോലെ തന്നെ സവാള ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളകൊന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ പുഴുങ്ങിയ കിഴങ്ങുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ മോളാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളം വെച്ച് തന്നെ നമുക്ക് ഈ മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മാവ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ല ഷേപ്പായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഞാൻ കുറച്ച് മൈദയാണ് ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുള്ളത്. മുട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മുട്ടയും എടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഞാൻ ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മൈദയിൽ കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നല്ല
അടിപൊളി ഒരു പൊട്ടറ്റോ കട്ട്ലറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മുട്ട ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഫ്ലേവർഫുൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെറിയതായിട്ടൊരു ഭാഗം ഒരു ഫ്രൈ ആയി വരുന്ന സമയത്തും തിരിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. കുഞ്ഞു മക്കൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. എല്ലാവരും ഈ ഒരു സ്നാക്സ് റെഡിയാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത്. നമ്മൾ വേവിച്ച കിഴങ്ങ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അധികം തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലേ ഗ്യാസ്. ഗ്യാസ് ഇല്ലെങ്കിലും ഗ്യാസിനേക്കാൾ എളുപ്പത്തിൽ എങ്ങനെ കുക്കിംഗ് ചെയ്തെടുക്കാം എന്നുള്ള നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലുള്ള കുറച്ച് ഇഷ്ടികയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഷ്ടിക ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഹോളോ ബ്രിക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. 2 കല്ല് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറകിലായിട്ട് 2 കല്ല് നീളത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചെരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. 2 കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും ഞാൻ 2 കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുപ്പ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം. കാരണം ഇത് കല്ലായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തേക്കും സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ സ്റ്റൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടിക കല്ലായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായാൽ കുറേ സമയം ഇതിന്റെ ചൂട് ഇതിൽ നിലനിൽക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഏത് പാത്രവും കരി പിടിക്കാതെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല വളരെ കുറച്ച് മാത്രം വിറകും മതിയാവും. ഈ ഫ്രണ്ടിലുള്ള കല്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അത് വെച്ച് കൊടുക്കുന്നത് പുക പുറത്തേക്ക് തള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ വളരെ കുറച്ച് മാത്രം വിറക് വെച്ചിട്ടാണ് ഈ ഒരു അടുപ്പ് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കത്തിച്ചിട്ടുള്ള ഒരു വ്യൂവും കൂടെ നമുക്ക് കാണാം. അപ്പം ഞാൻ ഈ അടുപ്പൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് പുകയൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമ്മളുടെ അടുപ്പ് കത്തി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. കുക്കിംഗ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗവിനേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു കത്തുന്ന സമയത്തുള്ള പുക മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, പുകയൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ അടുപ്പ് ഇവിടെ കത്തി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഈ അടുപ്പിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ, നന്നായിട്ട് അടുപ്പ് കത്തുന്നുണ്ട്. അപ്പം ഞാനിതിൽ വെള്ളം വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ട് തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ഗ്യാസ് സ്റ്റവിൻ്റെ റിങ് ഇല്ല, അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ പാത്രവും ഇരുന്നോളും. ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ മൺകലം വെച്ച് കൊടുത്തപ്പോൾ നല്ല നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റിങ് ഒന്നും തന്നെ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പുകയൊന്നും ഇല്ല, നന്നായിട്ട് അടുപ്പ് ഇവിടെ കത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രമൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ ആ കരിയൊക്കെ പോയി കിട്ടും. ഗ്യാസിൽ കുക്ക് ചെയ്യുന്നത് പോലെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല ഇതുപോലുള്ള അടുപ്പിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ടേസ്റ്റും ഇരട്ടിയായിരിക്കും. പണ്ടൊക്കെ പറയുമല്ലോ, നമ്മൾ പണ്ടത്തെ ആ ടേസ്റ്റ് ഒന്നും ഫുഡിന് വരില്ല എന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളിത് പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സിമെൻ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അവിടെ ഫിറ്റായിട്ട് ഇരുന്നോളും. വലിയ വില കൊടുത്ത് നമ്മൾ പുറത്ത് നിന്നൊന്നും അടുപ്പ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ ഈ കല്ലൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. പിന്നെ കുറേ സമയത്തേക്ക് ഈ ചൂട് അതിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുക്ക് ചെയ്തിട്ട് അത് ചൂടോടെ തന്നെ നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ അടുപ്പൊക്കെ ഒന്ന് അണച്ചതിന് ശേഷം നമുക്ക് വെച്ച് ആ അടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചൂടോടുകൂടെ തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ മുമ്പിലുള്ള 2 കല്ലൊന്ന് എടുത്ത് മാറ്റി. അടുപ്പ് എങ്ങനെ കത്തുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടില്ലേ. നന്നായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ കത്തിയിട്ടുണ്ട്. കല്ലൊക്കെ നല്ല ചൂടായതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് നന്നായിട്ട് ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ആ മുമ്പിലുള്ള കല്ല് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പുക പുറത്തേക്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ റോക്കറ്റ് അടുപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുതേ.
ഇപ്പൊ കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് ചൂടായി തിളച്ച് വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടടുപ്പ് പോലെയും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കിംഗ് ഒന്നുകൂടെ ഒന്ന് എളുപ്പമായിരിക്കും, നമ്മൾ ഗ്യാസ് സ്റ്റവിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പ് കത്തി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിലുള്ള കണൽ കണ്ടില്ലേ, നന്നായിട്ട് ചൂടായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സമയത്ത് നമുക്ക് ഗ്രില്ല് വെച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.